സാമ്പാറിന്റെ അവകാശികൾ മലയാളികളോ തമിഴരോ അതോ മറാഠികളോ? കായം കലക്കിയ രുചിയുടെ കഥ. മലയാളികളുടെ രുചിയെ ഇത്രയധികം കൊതിപ്പിച്ച മറ്റൊരു കറിയും രുചിയറയിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റില്ല. എരിവും പുളിയും മധുരവുമെല്ലാം തരാതരം പോലെ ഒഴുകുന്ന വിഭവം. സദ്യയിലെ പ്രധാന താരമായ സാമ്പാറിന്റെ വരവോടെ പന്തിയിൽ നിന്ന് പുറത്തായ കറികൾ ഒരുപാടുണ്ട്. മറ്റൊരു ദേശത്തെ അടുക്കളയിൽ നിന്ന് വന്ന് മലയാളി നാവിനെ കീഴടക്കിയ വിഭവം. പച്ചക്കറികളും പരിപ്പും കായവും പുളിയുമെല്ലാം പാകത്തിന് ചേരുന്ന പോലെ സാമ്പാറിന്റെ ഭൂതകാലത്തിനുമുണ്ട് ചരിത്രത്തിന്റെ ഒരു കേമൻ ചേരുവ. പൊതുവെ തമിഴ് ബ്രാഹ്മണരുടെ കൂടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറി പാർത്ത ഒരു ഒഴിച്ചുകറിയായിട്ടാണ് സാമ്പാർ കരുതപ്പെടുന്നത്. അതുകൊണ്ടാവണം പഴയകാലത്ത് മലയാള ദേശത്തുകാർ ഇതിനെ പാണ്ടിക്കൂട്ടാൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ നാം ഇന്നു കാണുന്ന സാമ്പാറിന്റെ ആദ്യത്തെ എഡിഷൻ പുറത്തിറങ്ങിയത് 18-ാം നൂറ്റാണ്ടിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാഠ രാജവംശരുടെ അടുക്കളയിൽ നിന്നാണ് എന്ന ചരിത്ര സത്യം പലർക്കും അറിയില്ലായിരിക്കാം. ആ കഥ ഏതാണ്ട് ഇങ്ങനെ പോകുന്നു. 1675-ൽ നായക് രാജവംശത്തിൽ നിന്നും മറാഠ രാജവംശം തഞ്ചാവൂരിന്റെ അധികാരം പിടിച്ചെടുത്തു. മറാഠ രാജാവായ ശിവജിയുടെ മകൻ സാംബാജി തഞ്ചാവൂർ ഭരിക്കുന്ന കാലം. സാംബാജി രാജാവ് ഭക്ഷണം വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിവുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ആംടി എന്ന മറാഠി കൂട്ടാൻ വളരെ ഇഷ്ടമായിരുന്നുവെന്നും ദിവസവും ഊണിന് ആംടി വേണം എന്ന നിർബന്ധക്കാരനായിരുന്നു എന്നുമാണ് ചരിത്രം. കുടംപുളിയുടെയും മാംഗോസ്റ്റിന്റെയും ഒക്കെ കുടുംബത്തിൽപ്പെടുന്ന കോക്കം അഥവാ പുനർപുളിയും പരിപ്പും ചേർത്തുണ്ടാക്കുന്ന ഒരു കറിയാണ് ആംടി. അക്കാലത്ത് മറാത്ത ദേശത്ത് മാത്രമായിരുന്നു തുവരപ്പരിപ്പ് ധാരാളമായി കൃഷി ചെയ്തിരുന്നത്. ആംടിക്ക് വേണ്ട കോക്കവും പരിപ്പുമൊക്കെ മറാത്ത ദേശത്തു നിന്നും കൊണ്ടുവന്ന് തഞ്ചാവൂരിന്റെ കൊട്ടാരത്തിന്റെ കലവറയിൽ സൂക്ഷിച്ചു വെക്കാറാണ് പതിവ്. അതുപോലെ തന്നെ മുളക് കൃഷി ചെയ്തിരുന്ന ഇന്നത്തെ ഗോവയായ പഴയ ഗോവാന്ത പ്രദേശത്തു നിന്നും നല്ല ഇനം മുളകും കൊണ്ടുവന്നിരുന്നു. ഒരിക്കൽ സാംബാജി സ്വയം തന്റെ ഇഷ്ടഭോജനമായ ആംടി തയ്യാറാക്കാൻ പുറപ്പെട്ടപ്പോൾ കുശിനിയിലെ കോക്കൻ തീർന്നുപോയിരുന്നു. പാചകം ചെയ്യാൻ ആവേശത്തോടെ വന്ന രാജാവിനെ മുഷിപ്പിക്കാതിരിക്കാൻ സാധാരണ പുളി ചേർത്താലാണ് ആംടിക്ക് സ്വാദ് കൂടുക എന്ന് കൊട്ടാരൻ വിദൂഷകൻ രഹസ്യമായി പറഞ്ഞു. അതുപ്രകാരം സാംബാജി ആദ്യമായി പുളി ചേർത്ത ആംടി പാചകം ചെയ്തു. തഞ്ചാവൂർ കൊട്ടാരത്തിൽ എല്ലാവർക്കും ഈ പുതിയ ആംടി വളരെ ഇഷ്ടപ്പെട്ടു. സാംബാജിയോടുള്ള ബഹുമാനാർത്ഥം അവർ ഈ പുതിയ ആംടിക്ക് സാമ്പാർ എന്ന് പേര് കൊടുത്തു എന്നതാണ് ചരിത്രകഥ. കാലക്രമത്തിൽ ഈ പുതിയ ആംടിയിൽ പച്ചക്കറികൾ, കായം തുടങ്ങിയവ ചേർക്കുകയും ഇന്നത്തെ സാമ്പാർ ഉണ്ടാവുകയും ചെയ്തു അത്രേ. പശ്ചിമേന്ത്യയിൽ ധാരാളമായി ലഭിച്ചിരുന്ന തുവരപ്പരിപ്പും ഗോവാന്ത പ്രദേശത്ത് നിന്നും കൊണ്ടുവന്നിരുന്ന മുളകും തെന്നിന്ത്യയിലെ പുളിയും എല്ലാം കൂടിയ ആ 3 ദേശത്തിന്റെ സ്വാദായിരുന്നു അന്നത്തെ തഞ്ചാവൂരിലെ പുതിയ സാമ്പാറിനെ പ്രസിദ്ധമാക്കിയത്. സുഗന്ധദ്രവ്യങ്ങൾ അരച്ചു കലക്കി ഉണ്ടാക്കുന്ന കൂട്ടാൻ എന്ന അർത്ഥം വരുന്ന ചാമ്പാരം എന്ന തമിഴ് വാക്കിൽ നിന്നാണ് സാമ്പാർ എന്ന പേര് വന്നത് എന്ന വാദങ്ങളുമുണ്ട്. പലതും സംഭരിച്ചു കൂട്ടിയത് സാമ്പാർ എന്ന് പറയുന്നവരുമുണ്ട്. വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങും സവോളയും ഒക്കെ ചേരുവയായ സാമ്പാറിനെ അങ്ങനെ വിളിക്കുന്നതിലുമില്ല തെറ്റ്. എന്തായാലും കേരളത്തിൽ 50 വർഷത്തെ ചരിത്രം പോലും അവകാശപ്പെടാനില്ലാത്ത ഒരു വിഭവമാണ് ഒടുവിൽ നാട്ടുകാരുടെ പ്രിയം നേടിയെടുത്തത്. ആംടിയെ പോലെ തന്നെ സാമ്പാർ ജനിക്കും മുന്നേ തെന്നിന്ത്യയിൽ പുളി കൊണ്ടുള്ള പലതരം കറികളും ഉണ്ടായിരുന്നു. ആന്ധ്രയിലെ പുളിസു, തമിഴകത്തിലെ പുളിങ്കുളമ്പ്, കർണാടകത്തിലെ ഹുളി, കേരളത്തിന്റെ പുളിങ്കറി തുടങ്ങിയവ. സാമ്പാർ വരുന്നതിന് മുന്നേ കേരളത്തിൽ താരമായിരുന്നു വറുത്തരച്ച പുളിങ്കറി. മുളകും മല്ലിയും ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും നാളികേരവും ചേർത്ത് വറുത്തരച്ച് പുളി പിഴിഞ്ഞുണ്ടാക്കുന്ന ഒരു രുചി. ഇതിലെ പ്രധാന കഷ്ണങ്ങളാണ് ചേനയും മത്തങ്ങയും. ഈ പുളിങ്കറിയെ പുറത്താക്കിയായിരുന്നു സദ്യയിലേക്ക് സാമ്പാറിന്റെ തേരോട്ടം. രൂപത്തിലും ഭാവത്തിലും പുളിങ്കറിയെ പോലെ തന്നെ. അതോടെ എളുപ്പത്തിൽ പുളിങ്കറിയുടെ സ്ഥാനം അപഹരിക്കാൻ സാമ്പാറിനായി. തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് ചുരവും കന്യാകുമാരിയിലെ നെൽപ്പാടങ്ങളും കടന്നായിരുന്നു സാമ്പാറിന്റെ കേരളത്തിലേക്കുള്ള വരവ്. ഇവിടെ വ്യാപിച്ച ഉടുപ്പി ഹോട്ടലുകളും അതിലെ തമിഴ് പാചകക്കാരും ചേർന്ന് ഈ കറിയെ ജനപ്രിയമാക്കി മാറ്റുകയും ചെയ്തു. പരിപ്പും പച്ചക്കറികളും ചേർന്ന സാമ്പാറിനെ സമീകൃതാഹാരമായി വിശേഷിപ്പിക്കുന്നവരുണ്ട്. പലതരം പോഷകങ്ങൾ നമുക്കിതിലൂടെ ലഭിക്കുന്നുമുണ്ട്. പക്ഷേ സാമ്പാറിലിടുന്ന പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ മിക്കവർക്കും വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുമുണ്ട്. അതിനെ ചെറുക്കുന്ന ഒരു ചേരുവ സാമ്പാറിലേക്ക് വന്നു കയറിയത് പെട്ടെന്നായിരുന്നു.
അതും രാജ്യാതിർത്തികൾ ലംഘിച്ചുള്ളൊരു വരവ്. അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമൊക്കെ ഉണ്ടായിരുന്ന കായം ഇന്ത്യയുടെ തെക്കേയറ്റത്തെ സാമ്പാറിലെത്തിയ കഥ തിരഞ്ഞാൽ അതിലുമുണ്ട് ചില കൗതുകങ്ങൾ. ഭക്ഷണത്തിൽ രുചിക്കും മണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനമായ കായം അറേബ്യൻ സഞ്ചാരികളാണ് ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് നിഗമനം. ഒട്ടും ആകർഷകമല്ലാത്ത നിറവും ചവർപ്പു രുചിയും രൂക്ഷമായ ഗന്ധവും കൊണ്ട് എല്ലാത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട കായത്തിന് സാമ്പാറിലേക്കൊരു ദിവ്യ പരിവേഷം കിട്ടുകയായിരുന്നു. രോഗചികിത്സയ്ക്കായി ഉപയോഗിച്ച കായത്തിന്റെ ദഹനശേഷി വൈഭവം മനസ്സിലാക്കിയപ്പോഴാണ് അത് കറികളിലേക്കും പരകായ പ്രവേശനം നടത്തിയത്. അങ്ങനെ സാമ്പാറിലെ പരിപ്പിന്റെയും ഉരുളക്കിഴങ്ങിന്റെയും ഒക്കെ ചെവിക്ക് പിടിക്കാനെത്തിയ കായം അതിന്റെ രുചി കൂട്ടുന്നതിൽ പ്രധാനിയായി. മരത്തിന്റെ കറയായതിനാൽ ആദ്യകാലത്ത് കേരളത്തിലെ ബ്രാഹ്മണ സദ്യയിൽ ഒരുക്കിയിരുന്ന സാമ്പാറുകളിൽ കായം ചേർക്കില്ലായിരുന്നു. കായം ഉപയോഗിച്ച് സാമ്പാർ വെച്ചാൽ അതൊരു നോൺ വെജ് വിഭവമായി മാറുമെന്നായിരുന്നു അന്നത്തെ കാഴ്ചപ്പാട്. അതിനു പകരം അവ ഉലുവയും ജീരകവുമാണ് പൊടിച്ചിട്ടത്. എന്നാൽ രുചിയുടെ കാര്യത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയതോടുകൂടി കായത്തിനെ ആർക്കും പിന്തള്ളാനായില്ല. സാമ്പാറിൽ ചെറിയ അളവിൽ മാത്രമേ കായ ഇടാറുള്ളൂ. 1000 പേർക്കുണ്ടാക്കുന്ന സാമ്പാറിൽ 200 ഗ്രാം കായം മാത്രം മതി. പക്ഷേ അത് സാമ്പാറിന് 200 മടങ്ങ് രുചി ഏറ്റുമെന്നതിലുമുണ്ട് കായത്തിന്റെ താരത്തിളക്കം. ഓരോ ഇടത്തും സാമ്പാറിന് ഓരോ സ്വഭാവമാണ്. ചിലയിടത്ത് എരിവേറും, ചിലയിടത്ത് പുളിയും. ഇത്തിരി ദൂരം പിന്നിട്ടാൽ അതിന് മധുരമാകും വികാരം. തിരുവനന്തപുരത്ത് സാമ്പാർ സബ്ജി രൂപത്തിലാണ്. അതിനകത്ത് വീഴാത്ത കഷ്ണങ്ങളൊന്നുമില്ല. തമിഴ്നാട് സാമ്പാറിന്റെ അടിസ്ഥാനം പരിപ്പാണ്. അതിനൊപ്പം എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാകും. അത് ഉള്ളിയാണെങ്കിൽ പേരുള്ളി സാമ്പാർ, വെണ്ടയ്ക്കയാണെങ്കിൽ വെണ്ടയ്ക്ക സാമ്പാർ, മുരിങ്ങയ്ക്ക ഇട്ടാലോ അതിന്റെ പേരാകും. എറണാകുളം, തൃശ്ശൂർ പോലെയുള്ള മധ്യ കേരളത്തിലേക്ക് എത്തുമ്പോൾ പച്ചക്കറികളുടെ എണ്ണം കുറയും. തൃശ്ശൂരിൽ ചിലയിടങ്ങളിൽ പാവയ്ക്ക സാമ്പാറിൽ വീഴാറുണ്ട്. കോഴിക്കോടുമുണ്ട് സാമ്പാറിന്റെ ഈ പാവയ്ക്ക പരീക്ഷണം. തൃശ്ശൂർ സാമ്പാർ എരിവുള്ളതാകുമ്പോൾ പാലക്കാടിന് മധുരമേറും. ഇവിടെ മത്തങ്ങയ്ക്കുമുണ്ട് പ്രബല സ്ഥാനം. തമിഴ്നാട്ടിൽ നിന്നും വീശുന്ന കാറ്റിന്റെ മധുരം ഇപ്പോഴും പാലക്കാടൻ സാമ്പാറുകളിൽ ബാക്കിയുണ്ട്. കോട്ടയം സാമ്പാർ എരിവും പുളിയും സമാസമം ചേർന്നതാണ്. എല്ലാം തികഞ്ഞൊരാളെ പോലെ അത് ഇലയിൽ തല ഉയർത്തി നിൽക്കും. ഇങ്ങനെ കേരളത്തിൽ ഓരോ നാട്ടിലും ഓരോ സാമ്പാർ വെക്കുമ്പോൾ തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും ഒരേ രുചിയുള്ള സാമ്പാർ തന്നെ കിട്ടുമെന്നതിലുമുണ്ട് ഇത്തിരി കൗതുകം. അവിടെ പരിപ്പിന് അളവ് കൂടും. തമിഴ് സാമ്പാറിൽ എരിവൊട്ടുമില്ല. മല്ലിയില ചേരുമ്പോൾ ഉള്ള എരിവ് പോലും സ്ഥലം കാലിയാക്കും. തമിഴ് സാമ്പാർ രാവിലെ വരുമ്പോൾ കുറച്ചൊരു അയഞ്ഞ മട്ടിലായിരിക്കും. ഉച്ചയ്ക്കാകട്ടെ അതിന് കടുപ്പമേറും. പക്ഷേ തമിഴ്നാട്ടിൽ എവിടെ ചെന്ന് സാമ്പാർ തൊട്ടാലും അതിന് ഒരേ രുചിയാണ്, ഒരേ വികാരവും. പുളിങ്കറിയെ പിന്തള്ളി സദ്യയിൽ ഇടം നേടിയ സാമ്പാറിന് ഇനിയും ഏറെക്കാലം അതിന്റെ പ്രതാപം നിലനിർത്താനാകുമോ? മലയാളികളുടെ പോക്ക് കണ്ട അതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല എന്നതാണ് സത്യം. സാമ്പാർ വന്നപ്പോൾ പിന്തള്ളപ്പെട്ട കറികൾ തന്നെയാണ് ഇതിന് തെളിവ്. പുളിങ്കറിയെ പോലെ മൊളോഷ്യം നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. മത്തങ്ങ എരിശ്ശേരിയും പാവയ്ക്ക കൊണ്ടുള്ള വറുത്തെരിശ്ശേരിയും ഒക്കെ തീൻമേശയിൽ നിന്ന് കാണാതായി. പകരം ചില്ലി ചിക്കനും ചില്ലി ഗോപിയുമൊക്കെ ആ സ്ഥാനത്ത് കയറിയിരിക്കുന്നു. പണ്ട് മലയാളി ഭക്ഷണത്തിൽ അധികം മധുരക്കറികൾ ഉണ്ടായിരുന്നില്ല. പേരിനൊരൽപ്പം ഇഞ്ചിപ്പുളിയും ഇഞ്ചിത്തൈരും മാത്രം. എന്നാൽ ഇപ്പോൾ പഴങ്ങളിട്ട് മലയാളി കറി വെക്കാൻ തുടങ്ങി. ആപ്പിളിട്ട് വെക്കുന്ന കാശ്മീരി രീതിയും നമ്മുടെ അടുക്കളകളിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഭക്ഷണത്തിൽ എപ്പോഴും വൈവിധ്യം തേടുന്ന മലയാളി സാമ്പാറിനെയും പതുക്കെ മറന്നു പോകുമോ? ചരിത്രം ആവർത്തിക്കുമോ എന്ന ചോദ്യം അവിടെ തന്നെ ബാക്കി നിൽക്കട്ടെ.